രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്ത ഒരു പ്രതിയെ അറസ്റ്റിന്റെ കാരണം അറിയിച്ചില്ലെന്ന നിസ്സാര സാങ്കേതികത്വം പറഞ്ഞ് വിട്ടയക്കാൻ വഴിയൊരുക്കിയത് നിയമവാഴ്ചയോടുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് ഹൈക്കോടതി പറയുമ്പോൾ അതൊരു പ്രതീക്ഷയാകുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ എം.കെ. റാമിനെ രക്ഷപ്പെടുത്താൻ പോലീസ് നടത്തിയ അണിയറ നാടകങ്ങളെ ഹൈക്കോടതി നിശിതമായി വിമർശിച്ചു. അധികാരത്തിനും പണത്തിനും മുന്നിൽ നീതി തമസ്കരിക്കാൻ തുനിഞ്ഞിറങ്ങിയ അന്വേഷണ സംഘത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതും സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ഇന്നും രാജ്യത്തെ ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കാൻ കഴിയുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്നതുമായി മാറിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. സുപ്രീം കോടതിയുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉത്തരവുകളും നിലനിൽക്കെയാണ് മുഖ്യപ്രതിയായ അധ്യാപകനെ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ വിട്ടയക്കാനുള്ള പഴുതുകൾ പോലീസ് തരം പോലെ നിർമ്മിച്ചു നൽകിയത്. കേസിലെ വിചാരണ അട്ടിമറിക്കാനും പ്രതിക്ക് എളുപ്പത്തിൽ പുറത്തിറങ്ങാനും സൗകര്യമൊരുക്കിയ പോലീസ് നടപടി ബോധപൂർവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അറസ്റ്റിന്റെ കാരണം ആന്ധ്ര സ്വദേശിയായ പ്രതിക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ല നൽകിയതെന്ന വിചിത്രമായ വാദമുയർത്തി പ്രതിഭാഗം കോടതിയെ സമീപിച്ചപ്പോൾ അതിന് അനുകൂലമായ മണ്ണൊരുക്കി കൊടുക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തത്. നിയമത്തിന്റെ കാവലാളാകേണ്ടവർ തന്നെ പ്രതിക്കായി നിലകൊണ്ടത് സംസ്ഥാനത്തെ നിയമവാഴ്ചയ്ക്ക് വലിയ അപമാനമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. ആന്ധ്ര സ്വദേശിയായ പ്രതിക്ക് അറസ്റ്റ് വിവരങ്ങൾ മനസ്സിലായില്ലെന്ന പോലീസിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം തീർത്തും അവിശ്വസനീയമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഒരു കേസിൽ അന്വേഷണം നേരിടുകയും പരമോന്നത കോടതി വരെ ജാമ്യത്തിനായി പോരാടുകയും ചെയ്ത ഒരു പ്രതിക്ക് താൻ എന്തിനാണ് അറസ്റ്റിലാകുന്നത് എന്ന് വ്യക്തമായി അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കാത്ത കഥയാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കോളേജ് അധ്യാപകന് തനിക്കെതിരെയുള്ള കേസിനെക്കുറിച്ചോ അറസ്റ്റ് നടപടികളെക്കുറിച്ചോ അറിവില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചത് ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യവുമാണ് കോടതി ഉയർത്തിയത്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേസിന്റെ തുടക്കം മുതൽ അന്വേഷണം വഴിതിരിച്ചു വിടാനും പ്രതിയെ രക്ഷിക്കാനും പോലീസ് മെനഞ്ഞ കഥകൾ ഒന്നൊന്നായി ഇപ്പോൾ പൊളിയുകയാണ്. ലോൺ ആപ്പിലെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാലാണ് വിദ്യാർത്ഥിയായ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തെന്ന പോലീസിന്റെ വാദം കേസ് അട്ടിമറിക്കാൻ നടത്തിയ ആസൂത്രിതമായ നീക്കത്തിന് തെളിവാണ്. കുടുംബവും സഹപാഠികളും പ്രതിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ ലോൺ ആപ്പ് കഥയുമായി രംഗത്തെത്തിയ പോലീസിന്റെ നിലപാട് സംശയാസ്പദമായിരുന്നു. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനും അന്വേഷണം തൃപ്തികരമല്ലെന്ന് വരുത്തി തീർക്കാനും നടത്തിയ ഈ നീക്കം കോടതിയുടെ ശക്തമായ ഇടപെടലോടെ തകരുകയായിരുന്നു. പ്രതി ഒളിവിലായിരുന്ന കാലയളവിൽ പോലീസ് നടത്തിയ കള്ളക്കളിയും ഹൈക്കോടതിയുടെ നിശിത വിമർശനത്തിന് ഇരയായി.